നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. അടുത്ത ബാലൻഡിയോർ ആർക്ക് കിട്ടും? ഈ ചർച്ച ഇപ്പോൾ തന്നെ ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ. ഇത് ഇത്തവണ അത് പ്രഖ്യാപിക്കാനും സമർപ്പിക്കാനും ഒക്കെ മാസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ലോകകപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞ ഉടനെ തന്നെ അത്തരം ചർച്ചകൾ ലോക ഫുട്ബോളിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ലോക ഫുട്ബോളിൽ ആരാധകരും വിദഗ്ധരുമൊക്കെ ഈ ചർച്ചയ്ക്ക് പിറകെയാണ്. പ്രധാനമായും 5 താരങ്ങളെയാണ് ഈ ചർച്ചയിൽ ഉയർന്നു കേൾക്കുന്നത്. ഒന്ന്, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ. 2, സ്പെയിനിൻ്റെ സൂപ്പർ താരം ലാമിൻ യമാൽ. മറ്റൊന്ന്, അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി. ഫ്രാൻസിൻ്റെ ഇതിഹാസ താരം കിലിയൻ എംബാപ്പെ. വേറൊരാൾ സ്പെയിനിൻ്റെ ലോക കിരീടം നേടിക്കൊടുത്ത അവരുടെ ക്യാപ്റ്റൻ റോഡ്രി. ഇങ്ങനെ 5 പേരാണ് ഇതിൽ ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു കേൾക്കുന്നത്. അതിൽ തന്നെ ഹാരി കെയ്നെ സംബന്ധിച്ചിടത്തോളം 6 ഗോളാണ് അദ്ദേഹം ലോകകപ്പിൽ അടിച്ചത്. പക്ഷേ അവസാന 2 മത്സരങ്ങളിൽ തീർത്തും മങ്ങിയ ഫോമിലായി. സെമി ഫൈനലിൽ അർജന്റീനയോട് ഇംഗ്ലണ്ട് തോറ്റു. ലോക കിരീടം നേടിക്കൊടുക്കാൻ 60 വർഷത്തിന് ശേഷം ലോക കിരീടം നേടിക്കൊടുക്കാൻ ഹാരി കെയ്ന് കഴിഞ്ഞില്ല ഇംഗ്ലണ്ടിന് എന്നതൊരു നെഗറ്റീവാണ്. അതേസമയം ഏറ്റവും സാധ്യതയുള്ള ഒരാൾ ലാമിൻ യമാലാണ്. സ്പെയിനിൻ്റെ ലോക കപ്പ് നേടിയ സ്പെയിനിൻ്റെ യുവതാരം ലാമിൻ യമാലാണ്. 19 വയസ്സിനുള്ളിൽ യൂറോ കപ്പും ലോകകപ്പും നേടിയ താരമാണ്. അവരുടെ ഇത്തവണത്തെ ലോകകപ്പ് ക്യാമ്പയിനിൽ 1 ഗോളേ ലോകകപ്പിൽ അടിച്ചുള്ളൂ എങ്കിലും അവർക്ക് സ്പെയിനിന് ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് യമാൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിഗണനയിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരാൾ അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ്. നേരത്തെ 8 തവണ ബാലൻഡിയോർ നേടിയിട്ടുള്ള ലയണൽ മെസ്സിക്ക് ഇതൊരു പുതിയ ഒരു അനുഭവമല്ല. മെസ്സി 8 ഗോളാണ് ലോകകപ്പിൽ അടിച്ചത്. 4 അസിസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലിൽ അർജന്റീനയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. സ്പെയിനിന് മുന്നിൽ തോറ്റു. അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. മറ്റൊരാൾ കിലിയൻ എംബാപ്പെ. 2 തവണ ലോകകപ്പിൽ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് നേടിയ ഒരേ ഒരു താരമാണ്. ഇത്തവണ 10 ഗോളാണ് അടിച്ചത്. ഗോൾഡൻ ബൂട്ട് നേടി. ഒപ്പം തന്നെ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഗോൾ വേട്ടക്കാരനായും കിലിയൻ എംബാപ്പെ 22 ഗോളുമായി നിൽക്കുന്നു. പക്ഷേ സെമി ഫൈനൽ വരെയേ ഫ്രാൻസിനെ എത്തിക്കാൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞുള്ളൂ. 4ാം സ്ഥാനം കൊണ്ട് 3ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എംബാപ്പയുടെ ബാലൻഡിയോറിനെ ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരാൾ റോഡ്രിയാണ്. സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ, ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ റോഡ്രിയാണ്. റോഡ്രിയെ സംബന്ധിച്ചിടത്തോളം 8 മത്സരങ്ങളും കളിക്കുകയും സ്പെയിനിൻ്റെ മധ്യനിരയിലെ ശക്തി ദുർഗമായി നിൽക്കുകയും സ്പെയിനിന് ഈ ലോകകപ്പ് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് നയിച്ച് നേടിക്കൊടുത്ത താരമാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്ലബ് ഫുട്ബോളിൽ പരിക്കുകൾ കാരണം അത്രയധികം കളികളൊന്നും കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ലോകകപ്പ് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അത് റോഡ്രിക്ക് വീണ്ടും ഒരിക്കൽ കൂടി 2024 ബാലൻഡിയോർ റോഡ്രിക്കായിരുന്നു. ഇത്തവണ വീണ്ടും അത് അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും ഈ 5 പേരാണ് ഇപ്പോൾ ബാലൻഡിയോർ ചർച്ചയിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾ.